അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോകുന്ന സന്തോഷമാണ് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. കുറച്ചധികം തവണ ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാളിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയിൽ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ പിന്നെ എന്തായാലും സലൂണിൽ തന്നെ പോയി ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ കൊട്ടാരക്കരയുള്ള അഷ്ടമുടി വെൽനസ്സിലേക്കാണ് പോയത്. ഇവർക്ക് വേറെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ അടുത്ത് കൊട്ടാരക്കരയായിരുന്നു. അപ്പോൾ സോ ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ, കാരണം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ചേരുന്ന കളർ ഏതാണെന്ന് സെലക്ട് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് ക്യൂരിയോസിറ്റിയൊക്കെ കാരണം എനിക്ക് കളറൊന്നും സെലക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഈ ഒരു കളറ് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ എനിക്ക് 2-3 കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് റെഡ് അടിക്കാൻ താല്പര്യമില്ലായിരുന്നു. എനിക്ക് അടിക്കുവാണെങ്കിലും ഒരു ബ്ലോണ്ട് അല്ലെങ്കിൽ ഒരു കാരമൽ അല്ലെങ്കിൽ ചോക്ലേറ്റ് ബ്ലോണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ഷെയ്ഡ് അടിക്കാനായിരുന്നു എനിക്ക് പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് എനിക്ക് ഏതടിക്കണമായിരുന്നു, കാരണം എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ കൊണ്ടാണ്. അതൊരു ചെറിയൊരു കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് അവരുടെ കാറ്റലോഗൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ട് ഈ ഒരു കളറാണ് നമുക്ക് ബ്ലോണ്ട് കളർ വരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ഒരു ചോക്ലേറ്റ് ബ്ലോണ്ട് ഷെയ്ഡാണ്. കാരണം എൻ്റെ ഹെയറിൽ ഓൾറെഡി ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഞാൻ രണ്ട് വട്ടം ഹെയർ കളർ തനിയെ അടിച്ചായിരുന്നു. ഫസ്റ്റ് വന്നിട്ട് ഞാൻ മേക്കപ്പിൻ്റെ കോഴ്സ് പഠിക്കാൻ കോഴിക്കോട് പോയ സമയത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ സ്ട്രീക്സിൻ്റെ ഒരു ബർഗണ്ടി ഷെയ്ഡ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ അത് ട്രൈ ചെയ്തു. അത് വന്നിട്ട് അമോണിയ വരുന്നതാണ്, ബ്ലീച്ചൊക്കെ വരുന്നതാണ്. പക്ഷെ ഞാൻ ഈ വട്ടം ട്രൈ ചെയ്തത്, നമ്മൾ സലൂണിൽ പോയി ട്രൈ ചെയ്ത് അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ കളറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഭയങ്കര ഒരു ഡ്രൈ ഫ്രിസി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം വരില്ല കേട്ടോ. അങ്ങനെ ഞാൻ ബർഗണ്ടി ഷെയ്ഡ് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യണം. എങ്ങനെ എനിക്ക് കളർ അടിക്കണമെന്നില്ല എനിക്കറിയാത്ത സമയത്ത് ഞാനും ചേച്ചിയും കൂടെ ഫോയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് കളറടി അങ്ങ് തുടങ്ങി. ഞങ്ങൾക്ക് അന്ന് എങ്ങനെ പാർട്ടീഷൻ എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പം ജസ്റ്റ് അവിടെ ഇവിടെ വാരി അങ്ങ് നമ്മുടെ ബ്ലീച്ച് അങ്ങ് അടിച്ചു. ബ്ലീച്ച് അടിച്ചിട്ട് ഏകദേശം അരമണിക്കൂറോളം ഞാനങ്ങ് ഇരുന്ന്. അരമണിക്കൂർ കഴിഞ്ഞത് റിമൂവ് ചെയ്തപ്പോൾ എൻ്റെ മുടി മൊത്തത്തിൽ വെളുത്തിരിക്കുന്നു. എൻ്റെ ബാക്കിലോട്ടൊക്കെ ആണെങ്കിൽ പോട്ടെ, നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ബാൻസ് ഇടത്തില്ല, അതിൻ്റെ ആ ഒരു റൂട്ട് തൊട്ട് എൻ്റെ മുടി വെളുത്തിരിക്കുക. ഞാൻ ഈശ്വര പണി കിട്ടിയെന്നുള്ള രീതിയിൽ കറക്റ്റ് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കറണ്ടും പോയി, നമുക്ക് കണ്ണ് കാണാനും വയ്യ, നല്ല ഒടുക്കത്തെ മഴയും. പിന്നെ പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെയോ കളറൊക്കെ മിക്സ് ചെയ്ത് കളറങ്ങ് തലയിലടിച്ചതിന് ശേഷം ഞാൻ കുറേ നേരം ഇരുന്നില്ല. എനിക്ക് ടെൻഷനായി, അയ്യോ ഇനി പണി കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു 15 മിനിറ്റ് വാഷ് ചെയ്തും കളഞ്ഞ്. അതുകൊണ്ട് തന്നെ കളർ ഭയങ്കരമായിട്ട് പിടിച്ചില്ല. ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നതേ ഉള്ളൂ, ബർഗണ്ടിയുടെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷേ കുറച്ച് നേരം അധികം ഞാൻ ഇരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ആ ഷെയ്ഡ് കിട്ടിയേനെ. എൻ്റെ ഒരു വെപ്രാളം കാരണം ഞാനങ്ങ് കഴുകിക്കളഞ്ഞാണ്. അങ്ങനെ കഴുകിക്കളഞ്ഞിട്ട് വന്നപ്പോൾ എനിക്കും എൻ്റെ കളർക്ക് ഒരു കുഞ്ഞിനെയൊക്കെയാണ് ഓർമ്മ വന്നത്. മൊത്തത്തിൽ ഒരു ഓറഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വല്ലാത്തൊരു ഷെയ്ഡായിരുന്നു. അങ്ങനെ എനിക്ക് അയ്യോ പണി കിട്ടിയെന്നുള്ള രീതിയിൽ ഞാൻ 2 ദിവസം അങ്ങനെ വലുതായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല, വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടല്ലേ പറ്റും. അപ്പോൾ എങ്ങനെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എടുത്ത സമയത്ത് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ചേച്ചി എവിടെ പോയാണ് കളർ ചെയ്തത്, ചേച്ചി കളർ ചെയ്ത സലൂൺ പറഞ്ഞു തരണേ, ഷെയ്ഡ് പറഞ്ഞു തരണേ. അപ്പോൾ ഞാൻ ഇത് വിജയിച്ചോ എന്നുള്ള രീതിയിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹെയർ നല്ലോണം താഴോട്ട് വളരാൻ തുടങ്ങി. വളർന്നിറങ്ങിയപ്പോഴേക്കും ആ കളർ എനിക്ക് ഓക്കെ ആയിട്ട് വന്ന്. കാരണം ഫ്രണ്ടിലത്തെ ആ ഒരു നമ്മുടെ ആ റൂട്ടിൻ്റെ പോർഷനുള്ള കളർ മാറിയപ്പോൾ തന്നെ ഓക്കെ ആയിട്ട് വന്നു. പിന്നീട് ഞാൻ അങ്ങനെ എൻ്റെ മുടി കട്ട് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ മുടി ഞാൻ കുറേ നാളെ കട്ട് ചെയ്തിട്ട്, അങ്ങനെ പിന്നെ അടി മാത്രം ഒന്ന് കട്ട് ചെയ്തിടും, അല്ലാതെ ഭയങ്കര ലെന്ത് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ കളർ വളർന്ന് താഴോട്ട് ഇറങ്ങിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ മുടിയുള്ള ഫീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ആ കളർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചാൾ കഴിഞ്ഞപ്പോഴൊക്കെ കളർ ഭയങ്കരമായിട്ട് ഡിമ്മാവാൻ തുടങ്ങി. കാരണം നമ്മൾ ഇങ്ങനെ അടിക്കുമല്ലോ, അപ്പം ഡിമ്മാവാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വീണ്ടും കളർ അടിക്കാൻ ഭയങ്കര ത്വരയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഒരു ഘട്ടം കൂടെ ഇനി ഇത് അറിയാതെ എടുത്ത് അടിച്ച് കഴിഞ്ഞാൽ മുടിക്ക് എന്തെങ്കിലും പണി കിട്ടുമോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അടിക്കാതെ നമ്മുടെ ഹെന്ന പൗഡർ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഹെന്ന പൗഡർ ട്രൈ ചെയ്ത സമയത്ത് അത് നമ്മുടെ മുടിയും വളർത്തുമല്ലോ, അങ്ങനെ എൻ്റെ മുടിയും വേഗം വളരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ ബീട്രൂട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ അങ്ങ് പോയി. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നാൾ മുന്നേ, ഒരു 3 മന്ത് മുന്നേ ഞാൻ വീണ്ടും നമ്മുടെ സ്ട്രീക്സിൻ്റെ സാധനം വാങ്ങിച്ചിട്ട് കളർ അടിക്കാൻ ഇരുന്നു. അതിനകത്തെന്ന് പറഞ്ഞാൽ അമോണിയ ഫ്രീ ആയിട്ടുള്ളതാണ്, കളർ മാത്രമേ ഉള്ളൂ, നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ കളർ അടിക്കാനൊക്കെ ഇരുന്നു. ഞാനും ചേച്ചിയും കൂടെ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമുക്ക് ലൈവ് റിയാക്ഷനൊക്കെ കാണിക്കുന്നുള്ള രീതിയിൽ എല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കളർ മുടിയിൽ പിടിച്ചില്ല. മുടി മൊത്തത്തിൽ റിമൂവ് ചെയ്തപ്പം ബ്ലാക്ക് കളർ തന്നെ, പിന്നെ നേരത്തെ അടിച്ച ആ ഒരു കളർ മാത്രമേ ഉള്ളൂ. നമ്മൾ അടിച്ച കളർ എൻ്റെ മുടിയിൽ പിടിച്ചിട്ടില്ല. ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ ഇരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഒന്നും പിടിച്ചില്ല.
ആ ഒരു കളർ തന്നെ ഇരുന്നു. പിന്നെ ഞാൻ ചില മുടി വെളുത്തും ചില മുടി വേറെ കളറും ഇരിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഹെന്ന നമ്മുടെ ഹെയറിൽ വീണ്ടും അപ്ലൈ ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ വെള്ള മുടിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഹെന്ന അപ്ലൈ ചെയ്തില്ലേ, അതേ കണക്ക് ഞാനും അങ്ങനെ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്തു. എനിക്ക് വീണ്ടും ഒരു ഓറഞ്ച് ഒരു കോഫിയുടെ കളറൊക്കെയാണ് വന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് എന്തായാലും നമുക്ക് സലൂണിൽ പോയി ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് ചിലപ്പം ഈ വീഡിയോ ഇന്നിടുമായിരിക്കും, വോയിസ് ഓവർ എടുക്കുന്ന അന്ന് തന്നെ ഇടുമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും ഇടുന്നത്. നമ്മുടെ ഓഗസ്റ്റ് 15 ആയിരിക്കും ഇടുന്നത്. എന്തായിക്കോട്ടെ, ഓഗസ്റ്റ് 12 തീയതി ഞാൻ പോയി ഹെയർ കളർ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഹെയർ കളർ ജേണി വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഹെയർ കളർ എന്നെ ഇങ്ങനെ ആൾക്കാർ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, ഈ തലയിൽ എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ബ്ലൂ യെല്ലോ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് കോഫി ബ്ലോണ്ട് ആയാലും മതി. എനിക്ക് ഭയങ്കര ഹെയർ കളറിനോട് ക്രേസ് ആയിരുന്നു. അതിപ്പോൾ എന്നെപ്പോലെ വേറെ എന്തെങ്കിലുമോടുള്ള ക്രേസുള്ള ആൾക്കാരൊക്കെ കാണും. പക്ഷേ ആഗ്രഹിച്ച കാര്യം എന്തായാലും നടക്കുമെന്ന് എനിക്കിതിലൂടെ മനസ്സിലായി. കാരണം എനിക്ക് പണ്ട് ഞാൻ കുറേ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ പെട്ടെന്ന് നടക്കാൻ പോകുന്ന സന്തോഷമൊക്കെ ഈ വീഡിയോയുടെ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ താണ്ടേ നമ്മുടെ ഹെയർ കളറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റോറി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചു എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങ് പറഞ്ഞതാണ് എൻ്റെ സ്റ്റോറി ഞാൻ ഹെയർ കളറിനെ പറ്റി. സോ ഇപ്പോൾ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഹെയർ കളർ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് പിന്നെ ഹെയർ കട്ട് ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു. ഞാൻ എന്തായാലും ഹെയർ വളർത്താമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ലോങ് ഹെയർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് വഴിപ്പെട്ട പരിപാടിയാണ്. ചില സമയത്ത് പെട്ടെന്ന് കുരുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ തലയിൽ എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുനിച്ചിട്ട് കഴിയുമ്പോൾ കുറേ വെള്ളത്തിലൊഴിച്ചാൽ ഇത് പോത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചില സമയത്ത് തോന്നും ഇത് കട്ട് ചെയ്തങ്ങ് കളഞ്ഞാലൊന്നും. പക്ഷേ പിന്നെ തോന്നും ശരിയായി വേണ്ട, കട്ട് ചെയ്ത് കളയണ്ട, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് പിന്നെ പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും മുടി വേണമെന്ന് ആഗ്രഹിച്ചാൽ പറ്റത്തില്ലല്ലോ. പിന്നെ എന്തായാലും ഞാൻ എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഈ കളറൊക്കെ ഇനി ഞാൻ അങ്ങനെ അധികം കളർ ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ ഒരു പ്ലാന്. ഈ കളറൊക്കെ ഫുള്ളി ഒന്ന് റിമൂവ് ചെയ്ത് ബ്ലാക്ക് കളറൊക്കെ ആയതിനു ശേഷം എനിക്ക് എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അത് എന്തായാലും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പം നമ്മൾ ഹെയർ കളറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിവർ രണ്ടുപേരും കൂടാണ് ചെയ്തിരുന്നത്. പിന്നെ അടുത്ത കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭയങ്കര നമുക്ക് കംഫർട്ടാണ്, ഭയങ്കര ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇവരുടെ ഒരു സ്ലാങ് വന്നിട്ട് വേറൊരു രീതിയാണ്. പക്ഷേ എന്നാലും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവരൊന്നും കൂടി ഇങ്ങനെ പറഞ്ഞു തരുമൊക്കെ ചെയ്യും. എനിക്ക് ഹെയർ കളർ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കംഫർട്ടാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇവർ ആ ഒരു വർക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും കൊണ്ടാണ് എനിക്ക് ചെയ്തു തന്നത്. അങ്ങനെ നമ്മുടെ ഹെയർ കളറൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഹെയർ കളർ റിമൂവ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ലാസ്റ്റ് എനിക്ക് അവർ ഹെയർ സെറ്റ് ചെയ്തിട്ട് തന്ന ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ വിചാരിച്ചു അതുപോലെ പെർമനൻ്റ് ആയിട്ട് ചെയ്താലെന്ന്, കാരണം അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ഹെയർ സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ കളർ റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ഒക്കെ ചെയ്ത് എന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇറക്കിയ സമയത്ത് അവരെനിക്കൊരു ചെറിയൊരു മസാജ് പോലൊക്കെ ചെയ്തായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോവായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അതേ കണക്ക് നമ്മളപ്പോൾ വിചാരിക്കും ഈശ്വരാ നമ്മളൊക്കെ നമ്മുടെ തല തൊത്തുന്ന എങ്ങനെ വാരി വലിച്ചൊക്കെയല്ലേ, ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് എനിക്കറിയത്തില്ല, മൊത്തത്തിൽ ഒരു അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഹെയറൊക്കെ ഡ്രൈ ആക്കുവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ രണ്ട് സൈഡിൽ നിന്ന് എൻ്റെ ഹെയർ സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്, എന്നോട് ചേച്ചിയോടൊക്കെ സംസാരിക്കുന്നുണ്ട്, വീട് എവിടെയാണ്, സ്ഥലം എവിടെയാണ്, നിങ്ങളെ സിസ്റ്റേഴ്സാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല ലോങ് പ്രോസസ്സായിരുന്നു. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ അവർ എന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ ബ്ലോഡർ ചെയ്ത് അങ്ങനെ അങ്ങ് വിടത്തേ ഉള്ളായിരിക്കുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ചു എന്താ ഇവർ എന്നെ വിടാത്തെന്നുള്ള രീതി ഇരുന്നപ്പോൾ ഇവർ കേളറൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ എല്ലാവരും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ തിരിച്ചെൻ്റെ ഹെയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ അത് എന്തായാലും നടക്കും. പിന്നെ എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. എന്നുള്ള ഞാൻ ഇതേ കണക്കുള്ള പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ നിങ്ങളെ സ്റ്റോറി പറഞ്ഞ് ബോറടിപ്പിച്ചൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അടുത്തറിയാവുന്ന ആൾക്കാരോടൊക്കെ സ്റ്റോറി പറയുന്ന രീതിയിലാണ് ഇന്ന് ഈ സ്റ്റോറിയും പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്തായാലും നിങ്ങൾക്കും ഇതേ കണക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും അത് ഒരിക്കലെങ്കിലും നടക്കും കേട്ടോ.
അങ്ങനെ ഹെയർ ഒന്ന് ഡ്രൈ ആയി വരുന്നതനുസരിച്ച് എനിക്ക് ഹെയർ കളർ വിസിബിൾ ആവാൻ തുടങ്ങി. സോ അപ്പോൾ ഞാൻ മൈൻഡിൽ ഉദ്ദേശിച്ച ആ ഒരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഈ ഒരു മീൻസ് നമ്മൾ ലൈറ്റിൻ്റെ ഈ അടുത്തിരിക്കുമ്പം ഈ ഒരു ഷെയ്ഡാണ് കാണിക്കുന്നത്. പക്ഷെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ്. കറക്റ്റ് ഒരു ചോക്ലേറ്റ് ബ്ലോണ്ട്, ചോക്ലേറ്റിൻ്റെ കളറിൽ ആ ഒരു രീതിയാണ്. അങ്ങനെ എനിക്ക് ഹെയർ കേൾ ചെയ്ത് വന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഈശ്വര എന്തുകൊണ്ട് ഞാൻ ഇത്രയും ലേറ്റായെന്ന് എനിക്ക് തോന്നി. കാരണം അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു കേൾ നമുക്ക് ഒരു വാഷിനേ ഉള്ളൂ. ഒരു വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നോർമൽ ഹെയർ ആവും. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറവും ഒക്കെ കണ്ടീഷനൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ അത്യാവശ്യം നല്ലോണം കിടക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഹെയർ കളർ ചെയ്ത് എന്തായാലും നമ്മുടെ മുടി ഒരു ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അതിന് പോലുള്ള ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അതിന് ശേഷം എൻ്റെ കുറച്ച് പട്ടിഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം എനിക്ക് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ലതായിട്ട് ചെയ്യുമെന്ന്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 സ്ട്രൈക്സോളമാണ് ഞാൻ ഹെയർ കളറിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്ട്രൈക്സാണ് വേണമെന്ന് അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതേ കണക്കൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാമല്ലോ. സോ അപ്പം എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ ഇട്ടേക്കുന്ന ടോപ്പ് വന്നിട്ട് എനിക്ക് കുലീന എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നൊരു ടോപ്പാണ്. അത് അടിപൊളി ടോപ്പാണ്. എനിക്ക് കുറേ ഇങ്ങനെ മെസ്സേജൊക്കെ വന്നായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ട സമയത്ത്. സോ അപ്പം എന്തായാലും എൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. എന്തായാലും വേഗം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ഡിയേഴ്സ്, ടാറ്റാ.